ഹലോ ഗൈസ്, എല്ലാവർക്കും TP ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഖത്തറിൻ്റെ ഓക്സിജൻ പാർക്കിലേക്കാണ്. നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ എത്തിയത് രാത്രിയായിരുന്നു. പകലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യല്ലോ, ഭയങ്കര ചൂടല്ലേ. ആ ഭാഗത്തായിട്ട് ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കുറേ കളർ ലൈറ്റാണ് അത് വന്ന് ഇങ്ങനെ വീഴുന്നത് കേട്ടോ. കാണാൻ ഭയങ്കര നല്ല ഭംഗിയാണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ സമയത്തുള്ള കളർ ബ്ലൂ ആണ്. ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്ന ഇങ്ങനെ കാണാം. പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കണ്ടിട്ട് നേരെ അവിടെ നിന്ന് പോകുന്നു. അത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ പകൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അതാണ് നമ്മളെ ടോർച്ച് ടവർ കേട്ടോ. അതിൻ്റെ അടുത്തായിട്ടാണ് ആസ്പിയർ പാർക്ക് ഉള്ളത്. ഇനി കുറച്ച് മക്കളെ ഡാൻസ് കാണാം. അവരോരോന്ന് കാട്ടിക്കൂട്ടിയിരുന്നു. അജും അല്ലും അവരെ പാട്ടും പാടിയിട്ട് പാട്ടിട്ട് കോപ്പിറൈറ്റ് വരിച്ചിട്ട് ഞാനത് സൗണ്ട് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ കുറച്ച് കാട്ടിക്കൂട്ടലൊക്കെയാണിത്. തല്ല് കൂടിയിട്ടും വീഡിയോ ഓണാക്കിയത് കണ്ടപ്പോൾ അവരെടുക്കണമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ അജുവല്ലൊക്കെ ക്ഷീണിച്ചിട്ടോ, കിടപ്പിലായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണം അവർക്ക് വണ്ടി കയറിയാൽ. അധിക ദൂരം അവർക്ക് യാത്ര ചെയ്യാൻ വയ്യ. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞാൻ അവരെ കുറേ വിളിച്ചു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരുണ്ടോ, അവരവിടെ കിടക്കണോടൊന്നും അനങ്ങിയിട്ടില്ല. നമ്മളന്ന് നൈറ്റിൽ പോയില്ലേ, ആ മൂണിൻ്റെ ബിൽഡിങ്ങിൻ്റെ സംഭവം അതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എടുത്തപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളും ഇത് നമ്മൾ നൈറ്റിൽ കണ്ടപ്പോൾ വേറൊരു ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ പകൽ കണ്ടപ്പോൾ അതൊന്നും കൂടി ഷൂട്ട് ചെയ്താണ്. ഇതാട്ടോ അതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ. പിന്നെ ഞാൻ റോഡൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ ബിൽഡിങ് കണ്ടപ്പോഴേ നല്ല ഭംഗിയുണ്ട്. കാരണം ഭയങ്കര വലുതാണ്, വലിയ ബിൽഡിങ്ങുകൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതും കൂടി എടുത്തു. അപ്പോഴത്തേന് അവർ ക്ഷീണമൊക്കെ മാറി ഒന്ന് എണ്ണീറ്റിട്ടുണ്ട്. അങ്ങനെ അവർ അല്ലു ക്ലീനെക്സിറ്റ് കണ്ണട ഉണ്ടാക്കുകയെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കണ്ണട ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരും. ആ ടൈമിലാണ് അവിടെ ഹെലികോപ്റ്റർ പോകുന്നത് കണ്ട്. നമ്മളപ്പോൾ പീലബൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗത്തേക്ക് വന്നത്. അങ്ങനെ നമ്മളൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്, ചീസി ബോംബ്. അങ്ങനെ നമ്മളത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് കയറി. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോവാണ്. നമ്മൾ ഇനി പാർക്കിലോട്ട് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആസ്പിയർ പാർക്കിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഇനി എവിടെ ഇരിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണം. ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലം നോക്കി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ മുമ്പിലൂടെ പോയിട്ട് അവിടെ ഒരു സ്ഥലം കണ്ടു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മളത് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിത് ട്രൈ ചെയ്യണത്. ഞങ്ങൾ പാർക്കിലെത്തിക്കണേ. അപ്പച്ചി ട്രിപ്പ് പോയിക്കാൻ ഞങ്ങൾക്ക് കുറച്ചു നേരം കളിക്കാണ്ടിരിക്കണം. നമുക്ക് പാർക്കൊക്കെ പോവാം. നമ്മൾ കൂടെ അല്ലുണ്ട് കേട്ടാ. ഞാൻ ഒന്നുമല്ല, അല്ലുണ്ട്. അവിടെ അല്ലയോ? സുഖല്ലേ? സുഖ ഹായ് കാണിച്ചാ. എന്തേലും പറയ്. ഞങ്ങൾ പാർക്ക് എത്തിക്കണേ. സ്ലൈഡിൽ പോവാൻ അറിയില്ലേ? മരത്തിന് കണ്ടോ ഞാനത്തെ തീരുമാനിക്കണേ. ഇവിടെ കേറാൻ പറ്റുന്ന പറയാൻ പറ്റൂലട്ടാ. നമ്മൾ പാർക്കിലെത്തിക്കണേ. സ്ലൈഡിലാ കയറണമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഗുഹണ്ട്, പിന്നെ മറ്റേ സാധാ പാർക്കില്ല. അതെന്തെങ്കിലും ഉണ്ടോ? ഗുഹയിൽ കയറില്ലേ? ഗുഹയിൽ കാണും. ഞങ്ങൾ കയറാൻ പോകട്ടോ. ഗുഹ സ്ലൈഡിലട്ടോ. അതൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടാവും. പേരെന്താന്ന് നമുക്കറിയില്ല. അവരെ കളി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊക്കെയാണ്. ഓടിയിട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടൊക്കെ ഉള്ള കളിയാണ്. അങ്ങനെ കുറേ നേരം അങ്ങനെ കളിച്ചു. കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.